ഊർ ചാത്തൻ മകവൂർ നമ്പൂതിരിപ്പാട്ടിലെ വൃത്യനായി ആ മലയ്ക്കലാണ് താമസിച്ചിരുന്നത്. നമ്പൂതിരിപ്പാട്ട് പതിവായി 7 നാഴിക വെളുക്കാനുള്ളപ്പോൾ വിളിച്ച് ഉച്ചയാകുന്നത് വരെ തേവാരം കഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു ദിവസം ചാത്തൻ ചോദിച്ചു. ഞാൻ പരബ്രഹ്മത്തെ സേവിക്കുകയാണ് എന്ന് നമ്പൂതിരിപ്പാട്ട് പറഞ്ഞു. പരബ്രഹ്മം എങ്ങനെയിരിക്കും എന്ന് ചാത്തൻ ചോദിച്ചപ്പോൾ നമ്പൂതിരിപ്പാട്ട് പരിഹാസമായിട്ട്, നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കും. പിന്നെ നമ്പൂതിരിപ്പാട്ടിന് കുളിക്കുമ്പോൾ ചാത്തനും പതിവായി കുളിച്ച് പരബ്രഹ്മത്തെ സേവിച്ചു തുടങ്ങി. അങ്ങനെ 40 ദിവസം കഴിഞ്ഞപ്പോൾ ചാത്തന്റെ ധ്യാനപ്രകാരം മാടൻ പോത്തിന്റെ സ്വരൂപത്തിൽ പരബ്രഹ്മം അയാൾക്ക് പ്രത്യക്ഷമായി. പിന്നെ സദാ പരബ്രഹ്മം ചാത്തന്റെ കൂടെ നടക്കുകയും അയാൾ പറയുന്ന വേലകൾ ചെയ്യുകയും തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്പൂതിരിപ്പാട്ടിന് തെക്കേ ദിക്കിലേക്ക് ഒരു യാത്രയുണ്ടായി. ഭാണ്ഡമെടുക്കുന്നതിന് ചാത്തനെയും കൊണ്ടുപോയി. ചാത്തൻ ഭാണ്ഡം മാടൻ പോത്തിന്റെ പുറത്ത് കെട്ടിയിട്ട് നമ്പൂതിരിപ്പാട്ടിനെ കൂടെ പോയി. ഓച്ചിറപ്പടനിലം എന്ന് പ്രസിദ്ധമായ സ്ഥലത്തു ചെന്നപ്പോൾ അവിടെ ഒരു വിസ്താരം കുറഞ്ഞ വാതുക്കലിലെ കടന്നു പോകേണ്ടിയിരുന്നു. നമ്പൂതിരിപ്പാട്ട് മുമ്പേ കടന്നു, പിന്നാലെ ചാത്തനും. മാടൻ പോത്തിന്റെ കൊമ്പുകൾ അവിടെ തടഞ്ഞതിനാൽ അതിന് കടക്കാൻ പാടില്ലാതെ അവിടെ നിന്നു. അപ്പോൾ ചാത്തൻ തിരിഞ്ഞു നിന്ന് ചെരിച്ചു കടത്തു എന്ന് പറഞ്ഞു. നമ്പൂതിരിപ്പാട്ട് ഇത് കേട്ട് തിരിഞ്ഞു നോക്കി. നീ ആരോടാണ് പറയുന്നത്? നമ്മുടെ മാടൻ പോത്തിനോട്. നമ്പൂതിരിപ്പാട്: മാടൻ പോത്ത് എവിടെ? ഏത് മാടൻ പോത്ത്? ചാത്തൻ: ഇതാ നിൽക്കുന്നു, അവിടെ നിന്ന് കാണുന്നില്ലേ? തിരുമനസിന്റെ കൽപ്പനപ്രകാരം അടിയൻ സേവിച്ചു പ്രത്യക്ഷമാക്കിയ മാടൻ പോത്താണിത്. ഇതു കേട്ടു നമ്പൂതിരിപ്പാട്ട് ചാത്തനെ തൊട്ടുകൊണ്ട് നീട്ടിയപ്പോൾ മാടൻ പോത്തിന്റെ ആകൃതിയിൽ പ്രത്യക്ഷമായിരുന്ന പരബ്രഹ്മത്തെ കണ്ട നമ്പൂതിരിപ്പാട്ട് പറഞ്ഞു, എന്നേക്കാൾ ഭക്തി നിനക്ക് തന്നെയാണ്, അതിനാൽ ഞാൻ നിന്നെയും വന്ദിക്കുന്നു.